ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഒരു ചെറിയ തൊണ്ടവേദനയും ഡ്രൈ കോഫും ഉണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്നാലും എൻ്റെ ജോലിയൊന്നും മുടക്കം വരുത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീക്ക്ലി വ്ളോഗിലേക്ക് പോകാമേ. ഹൈലൈറ്റ്സ് ആണ്. ഈ ആഴ്ചയും പതിപോലെ എൻ്റെ എല്ലാ ജോലിയും ചെയ്തു. കാറ് വൃത്തിയായിട്ട് കഴുകിയിട്ടു. ചെടികൾക്ക് ആവശ്യമുള്ള വീക്ക്ലി മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു. ബൂബു ആണെങ്കിൽ എവറി ഡേ ഡ്രൈ ബാത്ത് കൊടുക്കണം. അവൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം. വീക്ക്ലി വൺസ് പില്ലോ കവറൊക്കെ മാറ്റി ബെഡ് സ്പ്രെഡൊക്കെ മാറ്റി വിരിച്ചു. ഹാൻഡ് വാഷ് ചെയ്യേണ്ട തുണികളൊക്കെ ലിക്വിഡ് സോപ്പിൽ മുക്കി വെച്ച് കഴുകി വെയിലുള്ളപ്പോൾ നല്ലപോലെ ഉണക്കിയെടുത്ത് മടക്കിയും വെച്ചായിരുന്നു. ബ്രൗൺ പേപ്പർ കവേഴ്സും പ്ലാസ്റ്റിക് കവേഴ്സും ഒക്കെ സോർട്ട് ചെയ്ത് അനിക്കുട്ടിക്ക് അയക്കാനായിട്ട് എടുത്തു വെച്ചു. ഇന്നത്തെ കുക്കിംഗ് ചീരത്തോരൻ, കത്തിരിക്ക മെഴുക്ക് വരട്ടി, പിന്നെ ഒരു ലെമൺ റൈസാണ് ഞാൻ ഉണ്ടാക്കിയത്. അതും കൂടെ അയച്ചു സൗഭാഗ്യയ്ക്ക്. അപ്പോഴേക്കും ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നു. കഴിഞ്ഞ ദിവസം ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിച്ച കാർത്തിക ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇന്ന് കാർത്തികയുടെ നക്ഷത്ര പിറന്നാളാണ്. ഇതാണ് റൗഡി കുശുമ്പി അഞ്ജലി. അയ്യോ, കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ April 23 നമ്മുടെ കുട്ടികൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഐറ്റം കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ പേരിലാണ് ഈ ഇനം ഇവർ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിപ്പിച്ച് പൂർത്തിയാക്കി അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആക്ച്വലി ഈ പാട്ട് ശ്രീമൻ നാരായണ എന്ന് തുടങ്ങുന്ന ഈ കീർത്തനം ഞാനും സൗഭാഗ്യയും പണ്ട് എപ്പോഴും ഭഗവാന്റെ ശിവയിലേക്ക് പോയി പാടുമായിരുന്നു. ആ ഓർമ്മകളാണ് എനിക്ക് ഓടിയെത്തിയത്. എൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോയി. ഞാൻ ഹയസിന്തിലാണ് കഴിക്കാൻ പോയത്. ഹയസിന്തിലെ ഫുഡ് അസാധ്യ ഫുഡാണ് കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങളവിടെ ലഞ്ചൊക്കെ കഴിച്ചു. കുറേ പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓർമ്മകളിലേക്ക് വീണ്ടും ഒഴുകിപ്പോയി. ലഞ്ച് പുറത്ത് കഴിക്കാൻ പോയതുകൊണ്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയില്ല. അപ്പോൾ സൗഭാഗ്യയ്ക്ക് ഫുഡ് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ സൗഭാഗ്യ വീട്ടിൽ അറിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ബ്രദർ സൗത്ത് പാർക്കിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വൈകിട്ട് തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവിടെ പോയി വിളിച്ച് ഞങ്ങൾ ആര്യനിവാസിൽ കയറി ഒരു ചായയും വടയും കഴിച്ചു. എന്നിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. തിരിച്ച് ഞങ്ങൾ കാറിൽ പോകുന്ന വഴിക്ക് ബ്രദർ ഇങ്ങനെ പഴയ കീർത്തനങ്ങളൊക്കെ പാടി. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ അത് വോയിസ് വന്നില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ബൂബുവിന് ഞാൻ എപ്പോഴും ഒരു പില്ലോ കൊടുത്തിട്ടുണ്ട്. സാധാരണ അവനത് എടുത്തു വെച്ച് കിടക്കാനും മാത്രമുള്ളൊരു ആരോഗ്യമോ കണ്ണ് കാണലോ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവൻ ആ പില്ലോ എടുത്തു വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടു. ഇന്നത്തെ കുക്കിംഗ് ചോറ് വെച്ചു, ബീട്രൂട്ടും ക്യാപ്സിക്കം കൂടെ ഒരു മെഴുക്കുരട്ടി വെച്ചു, വെത്തക്കുഴമ്പ് വെച്ചു, ഒരു ചീരത്തോരനും വെച്ചു. സൗഭാഗ്യയ്ക്ക് അയച്ചു.
ഈ അണ്ണാനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഭക്ഷണം ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും, ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കൊണ്ടുപോയി ആഹാരം കൊടുക്കും അതിന്. ഇന്നത്തെ കുക്കിംഗ് നോക്കാം. ചോറ് വെച്ചു, കോളിഫ്ലവർ മെഴുക്ക് വരട്ടി വെച്ചു, ബീൻസും ക്യാരറ്റും കൂടിയിട്ടൊരു തോരൻ, പിന്നെ എല്ലാ കഷ്ണവും ഇട്ടൊരു സാമ്പാർ. ഇതൊക്കെ അയച്ചു. പതിവ് തെറ്റിക്കാതെ ഈ ആഴ്ചയും മഴ പെയ്തു. താങ്ക് യു സെയിൻറ്റ് ആൻ്റണി. ചൂടിന് എന്തൊരു ആശ്വാസമാണല്ലേ ഈ മഴ. ഡാൻസ് ക്ലാസ്സിലെ ഒരു പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ പൂച്ചുറാണി. മറ്റുള്ളവർ കളിക്കുന്നുണ്ട്, ആസ്വദിച്ചിരിക്കുക. ഇന്ന് സൗഭാഗ്യയുടെ നക്ഷത്ര പിറന്നാളാണ്. സൗഭാഗ്യയ്ക്കൊരു ഷൂട്ടുണ്ടായിരുന്നു ലൂലൂല വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോകാതെ എന്നെ കാണാൻ വന്നു, എൻ്റെ തങ്കക്കുടം. ക്ലാസ് നടക്കുന്നതിനിടയ്ക്കാണ് സൗഭാഗ്യ വന്നത്. അപ്പോൾ കുട്ടികളെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ താഴേക്ക് പോന്നു. ഒരു അറബി പെർഫ്യൂം ഉണ്ടായിരുന്നു, ഗിഫ്റ്റായിട്ട് അത് കൊടുത്തു. ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോൾ സൗഭാഗ്യക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ. ആദ്യം കഴിക്കാനായിട്ട് സ്വീറ്റ് കൊടുത്തു, ബദാം ഹൽവ. അത് സൗഭാഗ്യക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ആഹാരം കൊടുത്തു, ചോറ്, പുളിശ്ശേരി, ചേന മെഴുക്കുവരട്ടി. ഇതൊക്കെ കൂട്ടി ഞാൻ തന്നെ അവൾക്ക് എൻ്റെ കൈ കൊണ്ട് വാരിക്കൊടുത്തു. സൗഭാഗ്യ ഇന്ന് കല്യാണമൊക്കെ കഴിച്ച് അവൾക്കൊരു ഫാമിലിയായി, അവളുടെ ഒരു ലൈഫ് സെറ്റിലായി. അവൾക്കൊരു ലൈഫിൻ്റെ ഒരു രീതിയുണ്ട്. എന്നാലും ഈ പിറന്നാൾ ദിവസം അവൾ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷമോ ഭാഗ്യമോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ സൗഭാഗ്യയ്ക്ക് കൊടുക്കണം. അതൊക്കെ അവൾ യൂസ് ചെയ്യണം, ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി അവൾക്ക് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് എടുത്തു കൊടുക്കണം. അതൊക്കെ അവൾ ആസ്വദിച്ച് കഴിക്കണം. കുറേ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അവൾ സന്തോഷമായിട്ട് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയതല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഗോഡ്സ് ഗ്രേസ് എന്ന് പറയില്ലേ, പരിപൂർണമായിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം നടന്ന നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ. അങ്ങനെ കുറേ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. പക്ഷേ അവൾക്ക് പോകാതെ പറ്റില്ലല്ലോ, എനിക്ക് പറഞ്ഞു വിടാതെയും പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യാനാണ്, ചിറക് മുളച്ച കിളികൾ പോലെ അവർക്ക് ആകാശത്ത് സ്വൈര്യവിഹാരം നടത്തണമല്ലോ. അങ്ങനെ അവൾ സന്തോഷമായിട്ട് ഇനി ഒരുപാട് കാലം സൗഖ്യമായിട്ട് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിച്ചു ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വലിയ സംഭവ ബഹുലമൊന്നും ആയിരുന്നില്ല, എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, സന്തോഷങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ. നിങ്ങൾക്കിഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കാറുണ്ട്, ഉൾക്കൊള്ളാറുണ്ട്. വീണ്ടും നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ.
Lots and lots of love. God bless you all.